വെള്ളാപ്പള്ളി നടേശനെതിരായ കൂടുതൽ അഴിമതികളുടെ തെളിവുകൾ വി.എസ്. അച്യുതാനന്ദന് കൈമാറിയതിനു ശേഷം ഇപ്പോൾ ബിജു രമേശും ഗോകുലം ഗോപാലനും മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ധർമ്മവിധന്യ SNDP യോഗത്തിലെ കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനങ്ങളും സ്വാർത്ഥപരമായ കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സെക്രട്ടറിയുടെ പ്രവൃത്തിക്ക് എതിരായി SNDPയിൽ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ധർമ്മവേദി. ഇന്ന് 1903 ആരംഭിച്ച SNDP യോഗം ഇന്ന് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 6 കൊല്ലം മുമ്പേ ഞങ്ങൾ ധർമ്മവേദി SNDP യോഗത്തിൻ്റെ വെള്ളാപ്പള്ളി നടേശൻ്റെ അനീതിയെപ്പറ്റി, അതിലെ കാശ് മോഷ്ടിക്കുന്നതിനെപ്പറ്റി എല്ലാം ഞങ്ങൾ വിശദമായി ഈ വേദിയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത് രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞ ഒരവസ്ഥയാണുള്ളത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ കാസർഗോഡ് മുതൽ ചെമ്പഴന്തി വരെ ഏകദേശം 109 സ്ഥാപനങ്ങൾ ഉണ്ട്. അതിൽ നിയമനങ്ങൾ നടന്നത് 904 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്രയും കൊല്ലം കൊണ്ട് അദ്ദേഹം സമ്പാദിച്ചത് 500 കോടി രൂപയാണ്. അത് നിങ്ങൾക്കറിയാം, ഇന്ന് SNDP യോഗത്തിൻ്റെ സ്കൂളുകളോ കോളേജുകളോ ആരൊക്കെങ്കിലും നിയമനം കിട്ടണമെങ്കിൽ അത് 20 മുതൽ 25 വരെ 30 ലക്ഷം വരെ കൈക്കൂലി കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. ധനം ആദ്യം അത് കൊടുക്കണം. അത് വെള്ളാപ്പള്ളി നേരിട്ട് വാങ്ങിക്കുകയില്ല. അത് വാങ്ങിക്കുന്നത് ഏജൻറ്റുമാരെ വെച്ചിട്ടാണ്. അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന ആളുകൾ ഒരു 4-5 ലക്ഷം രൂപ അവർക്ക് കൊടുക്കും. ബാക്കിയുള്ള രൂപ മുഴുവനും വെള്ളാപ്പള്ളി നടേശൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഒരു കൊള്ളയാണ് ഇന്ന് SNDP യോഗത്തിലെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ധർമ്മസങ്കടമായ ഒരു കാര്യം, ആർ ശങ്കർ 1 ഏക്കർ 40 സെൻറ്റ് സ്ഥലം കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്ത് SN ട്രസ്റ്റിന് വേണ്ടി വാങ്ങിച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതിൽ മനോഹരമായൊരു ബിൽഡിംഗ് കയറ്റി അത് ഇന്ന് ഒരു അൽമനാമ എന്ന ഒരു NRIയുടെ കയ്യിലാണുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ 25 കൊല്ലത്തേക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്. കേവലം 5 ലക്ഷം രൂപ അതിൻ്റെ വാടക നിശ്ചയിച്ചുകൊണ്ട്. നിങ്ങൾക്കറിയാം, കൊല്ലത്ത് ഒരു 40 സെൻറ്റ് ഒരു സെൻറ്റ് സ്ഥലത്തിന് 40-45 ലക്ഷം രൂപ പോകുന്ന ഈ സ്ഥലത്ത് 1 ഏക്കർ 40 സെൻറ്റ് സ്ഥലത്ത് ഏറ്റവും മനോഹരമായ ഒരു ബിൽഡിങ്ങിൽ അത് 25 കൊല്ലത്തേക്ക് എഴുതി കൊടുത്താൽ എത്ര രൂപ കൈമാറാൻ പറ്റുമെന്ന്. അത്രയും രൂപ ഇന്ന് ഗൾഫിൽ നിന്ന് കൈമാറിയ ശേഷം അത് കൊടുത്തിരിക്കുകയാണ്. അന്ന് തന്നെ ധർമ്മവേദി ഞങ്ങളൊരു പന്തൽ കെട്ടി ഇതിനെതിരായി ശബ്ദമുയർത്തിയിരുന്നു. പക്ഷെ അന്നും രാഷ്ട്രീയക്കാരൊന്നും ഇതിനെപ്പറ്റി ഒരു ഏർപ്പാട് ചെയ്തില്ല. പക്ഷേ ഇന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇന്ന് SNDPയുടെ ദൂരത്തെ കവിഞ്ഞിട്ട് SNDPയിലെ ഒരു സാമൂഹിക സംഘടനയാണ്. അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, BJPക്കാരുണ്ടാവും, എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തെ തെറ്റായ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായി അദ്ദേഹം എത്തിച്ചേർന്ന SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അതിനെ ഒരു പ്രത്യേക ഒരു പാർട്ടി കിട്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി ഇതിനെ ഒന്നുമില്ലാതാക്കി മാറ്റുന്ന ഒരവസ്ഥ ഇന്ന് നിലനിന്നിരിക്കുക. ഇതിനു വേണ്ടി തീർച്ചയായും SNDP യോഗം വിശ്വസിക്കുന്ന ഞങ്ങളെപ്പോലെ ആളുകൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം SNDP യോഗം അതിന് ഏറ്റവും തളർത്തിക്കിട്ട ഒരു സമയമായി ഇത് മാറിയിരിക്കുകയാണ്. ഇതിനു വേണ്ടി ഞങ്ങളെല്ലാവരും തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും കോടി രൂപ ഈ കള്ളത്തരമായി എടുത്ത് പബ്ലിക്കിൽ നിന്ന് വാങ്ങിച്ച വെള്ളാപ്പള്ളി നടേശനെ CBI അറസ്റ്റ് ചെയ്യണം എന്ന് CBI അന്വേഷണം ചെയ്ത് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിനെ കൂടുതൽ സംസാരിക്കാനായി ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ഞാൻ പറഞ്ഞു. ആയിരത്തി 1996 മുതൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്. അന്നു മുതലുള്ള ബഡ്ജറ്റുകളുടെ കോപ്പിയാണ് ഇവിടെ ഇരിക്കുന്നത്.
അതിലുപരി ഞങ്ങളിന്ന് ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദനെ കാണുകയുണ്ടായി. വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായിട്ടുള്ള 5 ക്രിമിനൽ കേസുകളുടെ ഡീറ്റെയിൽസുകളും ജാമ്യമെടുത്ത് നിൽക്കുന്ന പേപ്പറുകളും അതിൽ വിജിലൻസ് കേസ് ഉൾപ്പെടെ വിജിലൻസ് SP-യുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്ന കേസുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ, സാമ്പത്തിക ക്രമക്കേടുകളെല്ലാം തന്നെ ശ്രീ VS അച്യുതാനന്ദന് നൽകിയുണ്ടായി. അദ്ദേഹം അതുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അതിലുപരി മൈക്രോ ഫൈനാൻസ് വളരെയേറെ മൈക്രോ ഫൈനാൻസിൻ്റെ പേരിലാണ് സാധാരണപ്പെട്ട പാവപ്പെട്ട സ്ത്രീജനങ്ങളെ വെള്ളാപ്പള്ളി നടേശൻ കയ്യിലെടുത്ത് കളിക്കുന്നത്. മൈക്രോ ഫൈനാൻസ് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് മൈക്രോ ഫൈനാൻസ് നൽകുന്നത് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിലേക്ക് വേണ്ടി 20 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുകൾക്ക് പൈസ കൊടുക്കുന്നത് 20,000 മുതൽ 50,000 വരെയാണ് ഇന്ന് പൈസ കൊടുത്തിരിക്കുന്നത്. 2% പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പൈസ 12-18% വരെ പലിശയ്ക്കാണ് ഇവർക്ക് സാധാരണ ഈ സ്ത്രീ ജനങ്ങൾക്ക് മനസ്സിൽ നൽകിയിരിക്കുന്നത്. അവരോട് പറയുന്നത് 12% വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഷയിൽ പറയും 1% പലിശയെന്ന്. എന്നുവെച്ചാൽ അവർക്ക് ഒരു വർഷത്തേക്ക് 12% എന്നുള്ളത് അദ്ദേഹം ഒരു മാസമാക്കിക്കൊണ്ട് പറയും 1% പലിശയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് പലിശ നൽകുന്നതെന്ന്. 2% ഒരു വർഷത്തേക്ക് 2%-ത്തിനാണ് പിന്നോക്ക വികസന കോർപ്പറേഷൻ കൊടുക്കുന്നത്. പക്ഷേ ആ സാധനം 12-നും 1-ഉം 1.25-ഉം 1.5-യും എന്നുള്ള കണക്കുകളാണ് വെള്ളാപ്പള്ളി നടേശൻ സാധാരണ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. 1.5%-ത്തിനാണ് ഞാൻ നിങ്ങൾക്ക് പലിശയ്ക്ക് തരുന്നത് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുക അത് 18%-ആണെന്ന്. അപ്പോൾ ഈ 2%-ത്തിന് കിട്ടുന്ന 18%-ത്തിന് ബ്ലൈഡ് പോലെ നൽകുകയും ബാങ്കുകളിൽ നിന്നും അതുപോലെ തന്നെ മൈക്രോ ഫൈനാൻസിന് വായ്പ കൊടുക്കുന്നതിലേക്ക് വേണ്ടി SN ട്രസ്റ്റിൻ്റെയും SNDP-യുടെയും സ്വത്തുക്കൾ ജാമ്യപ്പെടുത്തിക്കൊണ്ട് യൂണിയനുകൾക്ക് കോടിക്കണക്കിന് 2-5 കോടി രൂപയ്ക്ക് ഇന്ന യൂണിയനിലേക്ക് റിലീസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ബാങ്കുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ആ വായ്പ എടുത്ത തുക നൽകുന്നതും ബാങ്കുകൾ 8%-നും 10%-നും നൽകുമ്പോൾ അത് നൽകുന്നത് 18%-ത്തിനാണ്. ഈ വന്നിരിക്കുന്ന വ്യത്യാസം, ഇതിൽ വന്നിരിക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ തന്നെ അവകാശപ്പെടുന്ന ഏകദേശം 5,000 കോടി രൂപ മാർക്കറ്റിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് പോലും തുഷാർ വെള്ളാപ്പള്ളി പറയുന്നുണ്ടായിരുന്നു 5,000 കോടി രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ മാത്രം തന്നെയുള്ള ഇൻട്രസ്റ്റിൻ്റെ വേരിയേഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കോടിക്കണക്കിന് രൂപ തുക അതിനകത്ത് വരും ഈ ബാങ്കുകളിൽ നിന്ന് എടുത്തുകൊണ്ട് മൈക്രോ ഫൈനാൻസിന് കൊടുക്കുന്നത്. ഈ ബഡ്ജറ്റിനകത്ത് ഈ പറയപ്പെടുന്ന ബഡ്ജറ്റിനകത്ത് മൈക്രോ ഫൈനാൻസ് ഇനത്തിൽ കൊടുത്തിട്ടുള്ളതിൻ്റെ ഒരു കണക്കുകളോ അതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വരുമാനത്തിൻ്റെയോ ഒരു പൈസ പോലും ഇതിനെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ വരുന്ന ഈ ഡിഫറൻസ് 2-ന് മേടിച്ച് 18-ന് കൊടുക്കുകയും 12-നും 15-നും കൊടുക്കുന്ന ഇതിൽ വരുന്ന ഈ കോടികളുടെ വ്യത്യാസം കോടിക്കണക്കിന് രൂപയാണ് ഇതിലൂടെ ഇൻട്രസ്റ്റ് ഇനത്തിൽ അധികം വരുന്നത്. അതെവിടെ വെള്ളാപ്പള്ളി നടേശൻ്റെയും കൂടെ നിൽക്കുന്ന ബന്ധുക്കളുടെ ഇതിലേക്ക് അക്കൗണ്ടുകളിലേക്കാണ് പോകുന്നത് എന്നുള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളതിൽ ഏകദേശം SN ട്രസ്റ്റിൻ്റെയും SNDP-യുടെയുമായിട്ടുള്ള നിയമനങ്ങളിൽ ഏകദേശം 700 കോടി രൂപയ്ക്ക് മുകളിൽ ഇതുവരെ അദ്ദേഹം വന്നതിന് ശേഷമുള്ളിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. കോളേജുകളിൽ അഡ്മിഷന് ചെല്ലുമ്പോൾ 20% കമ്മ്യൂണിറ്റിക്ക് കോട്ടയുണ്ടെങ്കിൽ പോലും ആ കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള സീറ്റുകൾ വേണമെങ്കിൽ പോലും 10,000 നൽകിയാൽ മാത്രമേ ഇന്ന് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷനുകൾ നൽകുകയുള്ളൂ. 20% ഈഴവ സമുദായത്തിന് മാത്രമായിട്ട് സർക്കാർ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന എയ്ഡഡ് കോളേജുകളാണ് SNDP-യുടെയും SN ട്രസ്റ്റിൻ്റെ കീഴിലുള്ളത്. അവിടെ ഈ 20% സീറ്റുകളിലും എടുക്കുന്നത് ആര് പൈസ നൽകും? അവിടെ കമ്മ്യൂണിറ്റി ഒന്നും വലിയ മാനദണ്ഡമൊന്നുമില്ല. പൈസ നൽകുന്നതിൻ്റെ മാനദണ്ഡം മാത്രമേ അവിടെയുള്ളൂ. ആ 20% സംവരണം സീറ്റ് പോലും മാനേജ്മെൻറ്റ് സീറ്റും ബാക്കിയുള്ള സീറ്റുകൾ പോലും ഏകദേശം 55-60% സീറ്റുകൾ കച്ചവടമായിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പല പ്രാവശ്യം ഭരണത്തിലിരിക്കുന്നവർക്ക് നമ്മൾ പരാതികൾ നൽകിയെങ്കിലും SNDP യോഗത്തിനെതിരെയും SN ട്രസ്റ്റിനുമായതുകൊണ്ട് ജനറൽ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാൻ ഭരിക്കുന്നവരെന്നും വോട്ട് ബാങ്കുകളെ പേടിച്ചുകൊണ്ട് നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. പക്ഷേ ഇന്ന് VS അച്യുതാനന്ദന് വളരെ വ്യക്തമായ അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. തുടർന്ന് CBI ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാനാണ് ശ്രീനാരായണ ധർമ്മവേദിയുടെ തീരുമാനം. അതനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഹൈക്കോടതിയിൽ സമീപിക്കും. കാര്യം വിജിലൻസ് അന്വേഷണം പോലും ഒരിടം എത്താത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. മാറി മാറി വരുന്ന ഭരണത്തെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയപരമായി ഇത്രമാത്രം 1.25 കോടിയോളം ജനത എൻ്റെ പിന്നിലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ മൈക്രോ ഫൈനാൻസ് കൊടുത്തിരിക്കുന്ന പാവപ്പെട്ടവരെ റോഡിലേക്ക് ഇറക്കി സമരത്തിലേക്ക് ഇറക്കിക്കൊണ്ട് അവരെല്ലാം എൻ്റെ കൂടെയാണ്, അവർക്ക് ഗതികേട് കൊണ്ടാണ് മൈക്രോ ഫൈനാൻസ് വാങ്ങിച്ചു പോയത്.
മേടിച്ചു പോയതിൽ നിന്നും ഇനി സമരത്തിന് വന്നില്ലെങ്കിലോ വിളിക്കുമ്പോൾ ചെന്നില്ലെങ്കിലോ അവരെ ഭീഷണിപ്പെടുത്തി സമരത്തിലേക്ക് ഇറക്കി. ഇനിയും പൈസ ഒന്നാമത് കടമെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വിളിക്കുമ്പോൾ പോകേണ്ട ഒരു ബാധ്യതയിലേക്കാണ് അവർ ഇറങ്ങുന്നത്. പക്ഷെ അവരറിയുന്നില്ല, അവർക്ക് 2% കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന തുകയാണ് അവരിൽ നിന്ന് 18% ഈടാക്കിക്കൊണ്ട് ബ്ലൈഡ് പലിശ ഈടാക്കിക്കൊണ്ട് അവരിൽ നിന്ന് പിരിച്ചെടുക്കുന്നത് എന്ന് അവർക്ക് അറിയാത്ത ഒരവസ്ഥയാണ്. കൃത്യമായി അടയ്ക്കാൻ കഴിയാത്തവരിൽ നിന്ന് പോലും അതിന് പെനാൽറ്റിയും പീനൽ ഇൻട്രസ്റ്റും ചാർജ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ഇതിൽ മാത്രം തന്നെ കോടികളാണ് പാവപ്പെട്ടവരിൽ നിന്നും വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. സ്വാർത്ഥ താല്പര്യവും കുടുംബത്തിൻ്റെ നേട്ടങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് കിട്ടിയ ആനുകൂല്യങ്ങളും കിട്ടിയ കോളേജുകളും ഒക്കെ തന്നെ പിന്നീട് SNDPക്കോ SN ട്രസ്റ്റിനോ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വന്നതിന് ശേഷം പുതുതായി ഒരു കോളേജോ പുതുതായി ഒരു സ്കൂളോ തുടങ്ങിയിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. അവർ ഒരുപാട് തുടങ്ങിയതായിട്ട് പറയുന്നത്, പക്ഷേ ഈ കണക്കുകളിലോ പുസ്തകങ്ങളിലോ ഒന്നും തന്നെ പുതിയ ഒരു കോളേജുകളൊക്കെ വന്നിട്ടില്ല. തുടങ്ങിയതൊക്കെ വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഒക്കെ സ്വന്തം ട്രസ്റ്റുകൾ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ തുടങ്ങിയിട്ടുള്ളതാണ്. ഐശ്വര്യ ട്രസ്റ്റ് ആയിക്കോട്ടെ, വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയുടെ പേർക്ക് തുടങ്ങിയിട്ടുള്ള ട്രസ്റ്റാണ്. അല്ലാതെ സമുദായത്തിന് വേണ്ടി യാതൊരു കാര്യവും ചെയ്തിട്ടില്ല എന്നോ ഉള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ശക്തമായി ശ്രീനാരായണ ധർമ്മവേദി ഈ ഒരു കാലഘട്ടത്തിൽ സമുദായ അംഗങ്ങളെയും രാഷ്ട്രീയക്കാരെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഇതെല്ലാം എൻ്റെ പിന്നിലാണ് എന്ന് തെറ്റായി ധരിപ്പിച്ചുകൊണ്ട് അത് കച്ചവടമാക്കുന്നതിലേക്കുള്ള ഒരു നീക്കത്തെ തടയുന്നതിലേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ധർമ്മവേദി ശക്തമായി ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാറിയ സാഹചര്യത്തിൽ SNDPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ 5 ഗവൺമെൻറ്റുകളിലേക്കുള്ള പോസ്റ്റുകൾ, ചെയർമാൻ പോസ്റ്റുകളും ദേവസ്വം ബോർഡ് അംഗം, ഗുരുവായൂർ ദേവസ്വം തുടങ്ങിയ മേടിച്ചിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ, പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന സാഹചര്യത്തിൽ അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തുടങ്ങിയുള്ള ഒരുപാട് നിയമനങ്ങളിൽ SNDPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആൾക്കാർക്ക് നിയമനം മേടിച്ചു. അവരൊക്കെ അതിൽ നിന്ന് പിന്മാറി സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതുമായി പോട്ടെ. എന്തിനാ SNDPയും ഗുരുദേവ ദർശനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ട് ആ കസേരയിൽ കയറി ഇരിക്കുകയും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെങ്കിൽ ആയിക്കോട്ടെ, അതെല്ലാം വ്യക്തിപരമായ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിന് ഗുരുദേവ ദർശനങ്ങളെയും ഗുരുദേവനെയും എന്തിനാണ് അതിനകത്ത് ബലിയാടാക്കുകയും അതിലേക്ക് വലിച്ച് ഇഴക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങൾക്കൊക്കെ മാനസികമായി ഉണ്ടാകുന്ന വിഷമം. ശ്രീനാരായണ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിലേക്കുള്ള SNDP യോഗത്തിൽ ഇരുന്നു കൊണ്ട് ഈ രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ധർമ്മവേദി മുന്നോട്ട് പോകുന്നത്. ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ പുഷ്പാങ്കനോടുണ്ട് അദ്ദേഹത്തിൻ്റെ കൊടുക്കാം. ഇവിടെ ചെയർമാനും ജനറൽ കൺവീനറും സൂചിപ്പിച്ച പോലെ മാറി വരുന്ന സർക്കാരുകൾ SNDP യോഗത്തെ അവഗണിക്കുന്നു എന്നുള്ളത് തീർത്തും അടിസ്ഥാനരഹിതമായൊരു കാര്യമാണ്. കാരണം ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം നിങ്ങൾ എല്ലാ കാലവും ശ്രദ്ധിക്കാറുണ്ട്. ഇടതുപക്ഷ സർക്കാർ ഇരുന്ന കാലത്ത് പ്രീ ഡിഗ്രി ഡീലിങ്ക് ചെയ്തപ്പോൾ SM കോളേജിൻ്റെ SNDPയുടെ 10,000 സീറ്റുകൾ നഷ്ടപ്പെട്ടു. ഞങ്ങളെ PJ ജോസഫ് അവഗണിച്ചു, ഞങ്ങളെ അനാഥരാക്കി, ഞങ്ങളുടെ മര്യാദ കാണിച്ചു എന്ന് പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. കാരണം കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് പ്രീ ഡിഗ്രി ഡീലിങ്ക് ചെയ്യുകയും +2 അനുവദിച്ചപ്പോൾ SNDP യോഗത്തിന് ആനുപാതികമായ കോളേജുകൾ, അതായത് അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ കൂടുതൽ തെളിവുകൾ VS അച്യുതാനന്ദന് കൈമാറിയതിനു ശേഷം ശ്രീനാരായണ ധർമ്മവേദിയുടെ ഭാരവാഹികൾ ഗോകുലം ഗോപാലനും ബിജു രമേശും അടക്കമുള്ളവർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.